കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. അപ്പോൾ കലശ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കലശ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി, അതായത് ബിംബത്തിന് ഏറ്റവും കൂടുതൽ ശക്തി വരുന്ന ആ സമയങ്ങളാണ്. ഓരോ പൂജകളും കഴിയുമ്പോഴൊക്കെ അതിൻ്റേതായ ശക്തികൾ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് വന്ന് നേരെ അത്തിമര ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണപതിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്നകത്ത് വന്ന് നേരെ കൊടിമരവും വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചെറിയ ഉണ്ണീനെ കാണാണ്ട്, ഉണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണൊക്കെ കൊടുത്തതൊക്കെ കാണാണ്ട്, അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, അരയിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ചുവന്നൊരു കയറാണ്, ആ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കയറിൻ്റെ തലപ്പത്തേക്ക് നോക്കിയാൽ ഒരു ഉരലും വെച്ചിട്ടുണ്ട്. അന്ന് ഉരലിൽ കെട്ടിയ ബാലനാണ്, ദാമോദരനായിട്ടാണ് കേട്ടോ അന്ന് ശ്രീലകത്തുണ്ണി നിൽക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യിലെങ്ങനെ വെച്ചാൽ വലത്തെ കയ്യിൽ വെണ്ണുരുളയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അതിങ്ങനെ പാവം ഞാനീ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടേ നിൽക്കണ മാതിരി ഇങ്ങനെ മാറത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് നിൽക്കണത്. വെണ്ണുരുള കഴിക്കുകയൊന്നുമല്ല. അങ്ങനെ അത് കിട്ടിയത്, ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല അമ്മേ, ഇനിയിപ്പോൾ ഇവിടെ കെട്ടിയിട്ടില്ല, ഇനി ഞാൻ ഈ കെട്ടൊന്ന് അഴിച്ചു തരുമോ, ഞാൻ എവിടേക്കും പോവില്ല എന്ന് പറയുക. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ തിരുനെറ്റിയിൽ നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പുഞ്ചിരിയോ അതോ വളരെ മനോഹരമായ പുഞ്ചിരി. എന്താ വെച്ചാൽ ഒരു പാവത്താനെ പോലെ നിന്നിട്ട് അമ്മോട് പറയുകയാണ്, ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല, വികൃതി ഒന്നും അടിക്കില്ല, എന്നെ ഈ കെട്ടൊന്ന് ഒഴിവാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ശിരസിൽ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. അങ്ങനെ നോക്കി വരുമ്പോൾ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ തെച്ചി, തുളസി, കുറച്ച് വെളുത്ത പൂവ് അങ്ങനെയായിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് 2 അപ്പോൾ നല്ല കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ ഒരു കാര്യം. എന്തായാലും ഉത്സവത്തിൻ്റെ കലശക്കാലത്തൊക്കെ വന്നത് നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്നും തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ഉണ്ണിക്കണ്ണനെ ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ചുവരിൻ്റെ മുകളിലുള്ള ആലില കൃഷ്ണനെയും കാണാം. പിന്നെ ആ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതും കഴിഞ്ഞ് വാമനരൂപവും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നീട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്
അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതും കണ്ട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വേണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഇങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഓവിൻ്റെ അടുത്തുള്ള താമരക്കണ്ണനെ കണ്ടു തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുത് അവിടുന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നിർത്താറിയും അതേപോലെ ആ മുളയറയൊക്കെ കണ്ടു തൊഴുത് നേരെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ടു തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി നോക്കി തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരാം. അങ്ങനെ ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ ഭഗവതി നടയിലും വീണ്ടും ആ കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ വന്ന് നമ്മൾ നേരെ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.